പറയുന്നത്. ഇനി ഞങ്ങളുടെ ഈ ഒരു അവാർഡ് നൈറ്റിലെ ഏറ്റവും ഞങ്ങളുടെ പ്രയർ സെഗ്മെന്റിലേക്ക് ഞങ്ങൾ ഇതാ കടക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് നിധി പോലെ ലഭിച്ച ഒരു സൗഭാഗ്യമാണ് ഈ ഒരു സെഗ്മെന്റ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഞങ്ങളുടെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരമാണ് ഈ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ ഇതാ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് എൻ ഓണർ, ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഇറ്റ്സ് എ പ്രിവിലേജ്. കാര്യം ഇന്നത്തെ ഈ ഒരു ദിവസത്തെ ധന്യമാക്കുന്നതും ഈ ഒരു സെഗ്മെന്റ് തന്നെയായിരിക്കും. കാരണം അഭിനയത്തിന്റെ കുലപതിയാണ് ഈ ഒരു വേദിയിൽ ഞങ്ങളിവിടെ ഇതാ ആദരം കൊണ്ട് മൂടാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് പ്രൊഫൈൽ കണ്ടു നോക്കാം. യെസ്, My name is Ramji Rao. വിജയരാഘവൻ അഭിനയ സബരിയുടെ നൂറ്റാണ്ട് പൂർത്തിയാക്കി യാത്ര തുടരുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ. ഇനി റൗസ് ഒരു ചെറിയ ഷോ. നാടകാചാര്യനായ NN പിള്ളയുടെയും നാടക നടിയായിരുന്ന ചിന്നമ്മയുടെയും മകന് അഭിനയം രക്തത്തിൽ അലിഞ്ഞ വികാരമായിരുന്നു. ചെറുപ്രായം മുതൽ നാടകവേദിയിൽ സജീവമായിരുന്ന വിജയരാഘവൻ അച്ഛന്റെ കാപാലിക എന്ന നാടകം സിനിമയായപ്പോൾ പോർട്ടർ കുഞ്ഞാലിയെ അവതരിപ്പിച്ചുകൊണ്ട് 6-ാം വയസ്സിൽ സിനിമയിലും ഇറങ്ങിയേറി. നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പും ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വരച്ചിട്ട് പോകുന്നവനാണ്. 1982 പുറത്തിറങ്ങിയ സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തിയെങ്കിലും വിജയരാഘവൻ കസറിയത് മമ്മൂട്ടിയുടെ പ്രതിനായക വേഷത്തിലെത്തിയ ഈ ശബ്ദം, ഇന്നത്തെ ശബ്ദം, ന്യൂഡൽഹി തുടങ്ങിയ സിനിമകളിലൂടെയായിരുന്നു. പിന്നെ വില്ലനും നായകനും സഹനടനുമായി വിജയരാഘവൻ നിറഞ്ഞാടിയ 50 വർഷങ്ങൾ. ഒത്തിരി ചോരക്കളി കളിച്ചും കളിപ്പിച്ചും തന്നെ ഞാനിവിടം വരെ എത്തി. റാംജി റാവു സ്പീക്കിങ്ങും ഏകലവ്യനും ദേശാടനവും ആ അഭിനയ ജീവിതത്തിന്റെ പൊൻതൂവലുകളായി ഇന്നും വേറിട്ട് നിൽക്കുന്നു. പൂക്കാലം എന്ന ചലച്ചിത്രത്തിലെ 100 വയസ്സുകാരൻ ഇട്ടുപ്പായി വിസ്മയിപ്പിച്ച വിജയരാഘവനെ തേടി സംസ്ഥാന പുരസ്കാരത്തിനൊപ്പം ദേശീയ പുരസ്കാരവും എത്തി. പിന്നാലെ എത്തിയ കിഷ്കിന്ധാകാന്ഡത്തിലെ അപ്പുപിള്ള മലയാള സിനിമ ഉള്ളിടത്തോളം ഓർമ്മിക്കപ്പെടുമെന്നുറപ്പ്. മലയാളത്തിന്റെ വിജയരാഘവന്, പ്രിയപ്പെട്ട കുട്ടേട്ടന് ഇതാ കേരള വിഷൻ ന്യൂസിന്റെ ആദരം. കേരള വിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങളുടെ സ്വന്തം കുട്ടേട്ടനെ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളിവിടെ ഇതാ നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് ഞങ്ങളിവിടെ ഇതാ ക്ഷണിക്കുകയാണ്. എഴുന്നേറ്റ് നിന്നൊരു സ്റ്റാൻഡിംഗ് ഒവേഷൻ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും മികവുറ്റ ഈ കലാകാരന്, അഭിനയ കുലപതിക്ക് നിറഞ്ഞ ആദരം നൽകിക്കൊണ്ട് കേരള വിഷന്റെ അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ഞങ്ങൾ ഇതാ ഈ ഒരു വേദിയിൽ വെച്ച് കൈമാറാൻ പോവുകയാണ്. പക്ഷേ കൈമാറുന്നതിന് മുമ്പായിട്ട് കുട്ടേട്ടാന്നൊന്ന് ഞങ്ങൾ വിളിച്ചോട്ടെ. ഞാൻ വിളിച്ചോട്ടെ ഏട്ടാ? എന്നെ കുട്ടേട്ടാന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. വിജയരാഘവൻ വേറെ ആരോ പോലെ എനിക്ക് തോന്നുന്നു. നമുക്കിനി ഇരുന്ന് തന്നെ അദ്ദേഹത്തെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് നമ്മൾ ഈ ആക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും കുട്ടേട്ടൻ ചെയ്യുന്ന ചില റോൾസ് ഇതെങ്ങനെയാണ് ഏട്ടാ? കാരണം അച്ഛൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിൽ നിന്നും ബൈ ബ്ലഡ് ഇങ്ങനെ നമ്മളിലേക്ക് എത്തുന്നതാണോ? ഇതെന്താണ് ഏട്ടാ ഈ ഒരു മന്ത്രം? എന്താണ് കുട്ടേട്ടാ? സത്യം പറയാം, അഹങ്കാരമല്ല. ഞാൻ ജനിച്ചത് തന്നെ നടനാകാൻ വേണ്ടിയിട്ടാണ്, മറ്റൊന്നുകൊണ്ടല്ല. അല്ലെങ്കിൽ NN പിള്ള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഞാൻ ജനിക്കില്ലല്ലോ. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ അതായത് 5 വയസ്സ് എൻ്റെ ഓർമ്മയൊക്കെ ഉള്ളപ്പോൾ വീട്ടിൽ നാടക റിഹേഴ്സൽ, നാടകക്കാരൊക്കെ വീട്ടിൽ തന്നെ താമസിക്കുന്നത്. ഇന്നത്തെ പോലെ ഒന്നുമല്ല. അഭിനേതാക്കളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ തന്നെയായിരുന്നു. പിന്നെ പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരും കാണും. പക്ഷേ പുറത്തുനിന്നുള്ള ആൾക്കാരും ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചുള്ളൊരു ജീവിതമായിരുന്നു. അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ നാടകമേതാ ജീവിതമേതാ, ഈ കഥാപാത്ര സൃഷ്ടികളൊക്കെ ഈ പറഞ്ഞ അത്ഭുതകരമായിട്ട് സൃഷ്ടിക്കുന്ന ഞങ്ങളുടെ കൂടെയുള്ള നടീനടന്മാർ, അച്ഛൻ്റെ പെങ്ങള് ചിറ്റ, എൻ്റെ സഹോദരി സുലോചന, പിന്നെ അനവധി നടീനടന്മാർ, ഉർവശിയുടെ അച്ഛൻ VP നാരിയേട്ടൻ, SJ ദേവ്, രാജൻ P ദേവിൻ്റെ അച്ഛൻ മരടി ജോസഫ്, അങ്ങനെ പ്രഗത്ഭരായ മലയാളത്തിലെ അനവധി നടീനടന്മാർ ഞങ്ങളുടെ ട്രൂപ്പിൽ അഭിനയിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഓരോ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്, ഹൗ ടു മേക്ക് എ ക്യാരക്ടർ എന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ എന്നെ ഇങ്ങനെ എന്നിട്ടിപ്പോൾ ചോദിക്കുക എങ്ങനെ അഭിനയിക്കും ചോദിച്ചാൽ അതാ എൻ്റെ കാര്യം.
കാരണം ഇവിടെ കുട്ടേട്ടൻ കയറി വന്നപ്പോഴത്തേക്ക് ഞാൻ നോക്കുകയായിരുന്നു. ശ്രീലക്ഷ്മി ചേച്ചി ആയിക്കോട്ടെ, അഭിനയം സബരിയാക്കിയ ഒരുപാട് ആർട്ടിസ്റ്റുകളാണ് മുന്നിലിരിക്കുന്നത്. കുട്ടേട്ടൻ നടന്നു കയറിയപ്പോൾ ഇവരുടെയൊക്കെ കണ്ണിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. കാരണം അത്രയും അഭിനയത്തെ ജീവിതമാക്കി മാറ്റിയ ഒരു വലിയൊരു വ്യക്തിത്വം നടന്നു വരുന്നതിനല്ലേ. ശ്രീലക്ഷ്മി ചേച്ചിയൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട്, കാരണം പല പല ക്യാരക്ടേഴ്സ്, പൂക്കാലം എന്ന സിനിമയിൽ ദേശീയ അംഗീകാരം അദ്ദേഹത്തെ തേടിയെത്തുന്നു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അരങ്ങിൻ്റെയൊക്കെ കരുത്ത് അബ്രപാളികളിൽ തെളിയിക്കുന്നു. ശരിക്കും കുട്ടേട്ട, ഞങ്ങളുടെ ഈ ജനറേഷൻ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കുട്ടികളോട് അഭിനയം വലിയൊരു ജീവിതമാക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു ടിപ്പ് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? അല്ല, ഈ പറഞ്ഞതൊന്നും ആണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുട്ടി പറഞ്ഞ സന്തോഷം, ഇത്രയൊക്കെ പറഞ്ഞല്ലോ. എന്നാൽ ഒരു ടിപ്പ് ഏട്ടാ, അഭിനയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന. ഒന്നുമല്ല, ഞാനത് അതിനൊരു പ്രത്യേക ടിപ്സ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞാലും ഞാനിങ്ങനെ അഭിനയവും ജീവിതവും എല്ലാം കണ്ട് ജീവിതം എന്താ പറയുക, അതിനൊരു പ്രത്യേക ടിപ്സ് ഒന്നുമില്ല. ഞാനൊരു ഈ ചിലർ പറയും കഥാപാത്രമായി തീർന്നു എന്നൊക്കെ പറയും. ഞാനങ്ങനെയല്ല. ഞാൻ കഥാപാത്രത്തെ എന്നിലേക്ക് എത്തിക്കുക. ഞാൻ കഥാപാത്രം ആകുകയല്ല, എന്നിലേക്ക് കഥാപാത്രത്തെ എത്തിക്കുക. ഞാനെന്ന ക്യാൻവാസിലേക്ക് ഞാൻ സൃഷ്ടിക്കുന്ന എൻ്റെ സൃഷ്ടിയും സൃഷ്ടാവും വിമർശകനും എല്ലാം ഞാൻ തന്നെയാണ്. ഞാനാണ് ഓരോ നിമിഷവും ഈ വിജയരാഘവൻ ഈ ക്യാരക്ടറെ, അതായത് ഈ ഇട്ടുപ്പ് അല്ലെങ്കിൽ മറ്റേ ക്യാരക്ടർ കറിയാച്ചൻ, അയാൾ എങ്ങനെ പോകണം എന്ന് നിയന്ത്രിക്കുന്ന ആൾ ഞാൻ തന്നെയാണ്. ഓരോ നിമിഷവും ഞാനാണ് നിയന്ത്രിക്കുന്നത്. ഒരിക്കലും ഞാൻ കഥാപാത്രമായി തീരാറില്ല. കഥാപാത്രത്തെ എന്നിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. കഥാപാത്രത്തെ എത്തിക്കുകയാണെന്ന് പറഞ്ഞു, എന്നാലും വിട്ടിറങ്ങി പോകാനായിട്ട് ഒരു അല്പം മടി കാണിച്ച ഒരു കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. കട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തീരും. ഓക്കെ, അങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു കഥാപാത്രം? ഹോണ്ട് ചെയ്യുന്നല്ല, എനിക്ക് ഇഷ്ടമുള്ള കഥാപാത്രം തന്നെ. ഹോണ്ട് ചെയ്യാറുള്ള ഒരു കഥാപാത്രവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ അനവധിയുണ്ട്. ചേറാടിക്കറിയ, പിന്നെ ഈ പറഞ്ഞ പൂക്കാലം, ഈ പറഞ്ഞ കിഷ്കിന്താകാന്ഡം. പിന്നെ ഞാൻ പറഞ്ഞ 44 വർഷമായി മലയാള സിനിമ നിൽക്കുന്നു. ഇത്രയും കാലം എന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ പ്രൊഡ്യൂസർമാരൊക്കെ വിളിക്കുന്നതും ഡയറക്ടേഴ്സ് വിളിക്കുന്നതും. പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഇപ്പം ഈ അവാർഡ് കിട്ടുന്നതിലൊക്കെ എനിക്ക് ഏറ്റവും താങ്ക്സ് എന്നെ ഇത്രയും നാൾ നിലനിർത്താൻ എന്നെ സഹായിച്ച പ്രൊഡ്യൂസർമാരും ഡയറക്ടേഴ്സും പിന്നെ എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ ടെക്നീഷ്യൻസും. സിനിമയെന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, ഒരു നടൻ്റെ മാത്രം കഴിവല്ല. ഇപ്പം നാടകമാണെങ്കിൽ സ്റ്റേജ് വന്നാൽ നടനെ മാത്രമാണ്, അതായത് കഥാപാത്രത്തെ മാത്രമാണ് പ്രേക്ഷകൻ കാണുന്നത്. സിനിമയിൽ അതല്ലല്ലോ. സിനിമയിൽ നമ്മൾ അഭിനയിക്കുന്ന ആ ഷോട്ട് എവിടെ വേണം എന്നുള്ളത് തീരുമാനിക്കുന്ന ഡയറക്ടറാണ്. നമ്മൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്ന ഒരു തിരക്കഥാകൃത്താണ്. ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മുടെ സൈലൻസിൽ നമ്മുടെ ഇമോഷനെ എങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് മ്യൂസിക് ഡയറക്ടറാണ്. അപ്പം അങ്ങനെ അനവധി ആൾക്കാരുടെ നമ്മളെ എങ്ങനെ കാണണമെന്ന് തീരുമാനിക്കുന്ന ക്യാമറാമാനാണ്. അപ്പം അനവധി ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു കലാരൂപമാണ് സിനിമ. അപ്പം അതിൽ എല്ലാവരോടും എനിക്ക് ഇപ്പം ഈ ആദരവ് കിട്ടിയപ്പോൾ ഇത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. എനിക്ക് മാത്രമല്ല, പിന്നെ എന്നെ ഇത്രയും നാളും ഇഷ്ടപ്പെട്ട ഒരു പ്രേക്ഷക സമൂഹമുണ്ട്. ആ സമൂഹമാണ് എന്നെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതും ഇപ്പം ഞാൻ നിലനിൽക്കുന്നതും. ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ കാലശേഷവും നമ്മളെപ്പോഴും ഓർക്കാൻ വേണ്ടി കുറേ സിനിമകളുണ്ടാവുമല്ലോ. സന്തോഷം, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും കുട്ടേട്ടൻ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്യണം എന്നുണ്ട് കുട്ടേട്ട. ഞാനൊന്ന് അത് പ്ലേ ചെയ്തോട്ടെ? ഓക്കെ, ആ ക്ലിപ്പ് പോന്നോട്ടെ. ഞങ്ങൾക്ക് കുട്ടേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ആ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. കുട്ടേട്ടന്റെ സാന്നിധ്യത്തിൽ KPSC ലീല. ആ പേരിൽ തന്നെയുണ്ട് പ്രൗഢോജ്വലമായ ഒരു നാടക പാരമ്പര്യം. മുടിയനായ പുത്രൻ, അശ്വമേധം, മൂലധനം, തുലാഭാരം തുടങ്ങിയ ഒട്ടേറെ KPSC നാടകങ്ങളിലും നിരവധി സിനിമകളിലും വേഷമിട്ട് അരങ്ങിലും തിരശ്ശീലയിലും ഒരുപോലെ ജ്വലിച്ചു നിന്ന താരം. നാടകത്തിന്റെയും സിനിമയുടെയും ലോകത്ത് നിന്ന് നമുക്കിനി എത്ര കാലം ബാക്കിയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഉള്ള അത്രയും നാളും എന്റെ ഭാര്യയായിട്ടിരിക്കാൻ നിനക്ക് സമ്മതമാണോ? എന്തൊക്കെയാ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? സമ്മതമാണോന്ന്? അല്ലാണ്ട് പിന്നെ എന്നാ? എന്നാ കൈ ഇങ്ങോട്ട് തിരിച്ചേ, ആ വിരലിങ്ങോട്ട് കാണിച്ചേ.